ഈശോയാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നിത്യജീവൻ വചന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഒക്ടോബർ മാസം നമ്മളെ എല്ലാവരെയും സംബന്ധിച്ച് വലിയ അനുഗ്രഹത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ ദിവസങ്ങളാണ്. അതിൻ്റെ അവസാന ദിവസത്തിലേക്ക് എത്തുമ്പോൾ പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് അമ്മയുടെ വലിയ മാധ്യസ്ഥം വിളിച്ചപേക്ഷിച്ച് നമ്മൾ അമ്മയെ അല്പസമയം പ്രാർത്ഥനാപൂർവം ധ്യാനിക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മയെ എങ്ങനെയാണ് നമ്മുടെ അമ്മയായിട്ടും പരിശുദ്ധ അമ്മ എങ്ങനെയാണ് തൻ്റെ മകനെ നമുക്ക് ഓരോരുത്തർക്കുമായിട്ടും നൽകിയത് എന്നൊക്കെ പ്രാർത്ഥനാപൂർവം അല്പസമയം ഒന്ന് ധ്യാനിക്കാം. നമ്മൾ ആദ്യമായിട്ട് വചനത്തിൽ ഏതാനും ചില വചനഭാഗങ്ങൾ കാണുമ്പോൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാതാവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ എല്ലാം തന്നെ നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് ഈശോയിലേക്കാണ്. ഈശോയാണ് മാതാവിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ അമ്മയെ ധ്യാനിക്കുന്നോ, ജപമാല ചൊല്ലുന്നോ, പ്രാർത്ഥിക്കുന്നോ, അതൊക്കെ നമ്മളെ ആത്യന്തികമായി കൊണ്ടു ചെന്നെത്തിക്കുക ഈശോയുടെ അടുത്തേക്കാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 1 മുതലുള്ള വചനഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ. ആ സന്ദർഭം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം, 100 കണക്കിന് ആളുകൾ ഒരു സ്ത്രീയെ ഓടിപ്പിച്ച് കൊണ്ടുവന്ന് ഈശോയുടെ പാദത്തിങ്കിൽ ആ സ്ത്രീ അഭയം തേടുന്നു. എന്നിട്ടുള്ള ഹൃദയസ്പർശിയായ രംഗങ്ങൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നുണ്ട്. പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടാൽ ആ സ്ത്രീയുടെ വിധി എന്ന് പറയുന്നത് മരണമാണ്, കല്ലെറിഞ്ഞ് കൊല്ലലാണ്. പുരുഷൻ്റെ വിധി എന്ന് പറയുന്നതോ വെറുതെ വിടുന്നതാണ്, കുറ്റം വിധിക്കുന്നില്ല. അങ്ങനെയുള്ള സമൂഹത്തിലാണ് പ്രിയപ്പെട്ടവരെ ഈശോ ജീവിച്ചതും ആ സ്ത്രീയെ ഈശോയുടെ മുൻപിലേക്ക് എല്ലാവരും കൂടെ ചേർന്ന് കൊണ്ടുവരുന്നതും. എന്നിട്ട് എന്തുകൊണ്ട് കർത്താവ് യേശു മിശിഹാ വിധി പറഞ്ഞില്ല? നേരെ മറിച്ച് ചില കാര്യങ്ങളാണ് കർത്താവ് അവിടെ പറയുന്നത്. എന്തുകൊണ്ടാണെന്നോ, ആ സ്ത്രീയെ നോക്കുമ്പോൾ ഈശോയുടെ മനസ്സിലേക്ക് സ്വന്തം അമ്മ പരിശുദ്ധ കന്യാമാതാവ് തന്നെയാണ് വരുന്നതും. മറിയത്തിൻ്റെ പൂർവ്വകാല ജീവിതമാണ് ഈശോയുടെ മനസ്സിലേക്ക് വന്നത്. അതെന്താ? വർഷങ്ങൾക്ക് മുൻപ് മേരി എന്ന ഒരു സ്ത്രീ പിതാവായ ദൈവത്തിനൊരു വാക്ക് കൊടുത്തു, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന്. അങ്ങനെ പറഞ്ഞതിന് ശേഷം പരിശുദ്ധ മറിയം എന്ന ആ മേരി ഗർഭിണിയായപ്പോൾ ഒരു നീതിമാനായ ഒരു മനുഷ്യൻ്റെ കാരുണ്യം കൊണ്ട് മാത്രം കല്ലെറിഞ്ഞു കൊല്ലപ്പെടാതിരുന്ന വ്യക്തിയാണ് തൻ്റെ അമ്മയായ മറിയം എന്നുള്ള ഓർമ്മ ഈശോയുടെ മനസ്സിലേക്ക് ഈ സമയത്ത് കടന്നു വന്നു. ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ ഈശോയുടെ പാദത്തിങ്കൽ കിടക്കുന്ന ആ സമയത്ത്. അതല്ലായിരുന്നുവെങ്കിൽ മേരി എന്ന ആ സ്ത്രീ അന്ന് ഒത്തിരിയേറെ ആളുകളാൽ കല്ലെറിഞ്ഞു കൊല്ലപ്പെടുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിന്തിക്കാൻ ഊഹിക്കാൻ സാധിക്കുമോ? ഇതാ മറിയത്തിൻ്റെ ചുറ്റുവട്ടത്തും 100 കണക്കിന് ആളുകൾ നിൽക്കുന്നു, കല്ലുമായിട്ട് എറിഞ്ഞു കൊല്ലാനായിട്ട്. മറിയം ഇങ്ങനെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടു. ഇതാ മറിയം വിവാഹം കഴിയുന്നതിന് മുന്നേ തന്നെ ഗർഭിണിയായി. അതുകൊണ്ട് ഇത് വ്യഭിചാര പ്രവൃത്തിയാണ്, കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള വിധി വന്നു. എല്ലാവരും കൂടെ കല്ലെറിയാനായിട്ട് നോക്കി നിൽക്കുന്നു. നമുക്ക് അത് ഊഹിക്കാനോ ചിന്തിക്കാനോ പോലും പറ്റില്ല. കർത്താവ് യേശു മിശിഹാ ഈ സ്ത്രീയുടെ സ്ഥാനത്ത് തൻ്റെ അമ്മയെയാണ് കണ്ടതും മനസ്സിലാക്കിയതും. അന്ന് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമായിരുന്ന ഒരു സ്ത്രീ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈശോ അല്പസമയം മൗനമായി നിന്നിട്ട് പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന്. വചനം പറയുന്നത് എങ്ങനെയല്ലേ? അവരിൽ ഓരോരുത്തരെന്ന് പറഞ്ഞാൽ അവരിൽ മുതിർന്നവർ ആദ്യം കല്ല് താഴെയിട്ടു, എന്നിട്ട് അവർ പോയി.
എന്തുകൊണ്ടാണ് മുതിർന്നവർ എന്ന് പറയുന്നത്? രണ്ട് കാരണത്താലാണ്. ഒന്ന്, മുതിർന്നവർക്ക് അനുഭവങ്ങൾ കൂടുതലാണ്. ഇനി മുതിർന്നവരിൽ പലരും ഈ പാപം ചെയ്തിട്ടും ഉണ്ടായിരിക്കും. അപ്പം അനുഭവങ്ങൾ കൂടുതലുള്ളവരും പാപം ചെയ്തവരുമായവർ ഓരോരുത്തർ കല്ല് താഴെയിട്ട് പോയി. ഇനി പ്രിയപ്പെട്ടവരെ, അവസാനം ഇവർ രണ്ടും, ഈശോയും ആ സ്ത്രീയും അവശേഷിക്കുമ്പോൾ, അവർ രണ്ടും മാത്രം അവശേഷിക്കുമ്പോൾ, ഈശോ കരുതി വെച്ച ഒരു വാക്ക്, ഒരു പേര് വിളിക്കുന്നുണ്ട്. സ്ത്രീയെ, ആരും നിന്നെ ഉപദ്രവിച്ചില്ലേ എന്ന്. നമ്മുടെ ഉടനെ ഈ സ്ത്രീയെ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വലിയൊരു ചിന്ത കടന്നു വരും. ഈശോ പ്രിയപ്പെട്ടവരെ വേറെ ഒരാളെയും ഇങ്ങനെയൊന്നും ഒരിക്കലും അഭിസംബോധന ചെയ്തിട്ടില്ല. ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട് കർത്താവിൻ്റെ കാൽക്കൽ വന്ന് കിടക്കുന്ന ആ സ്ത്രീയെ മാത്രമേ, സ്ത്രീയെ ആരും നിന്നെ ഉപദ്രവിച്ചില്ലേ എന്ന് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ്? കർത്താവ് കരുതി വെച്ച ഒരു വാക്കാണ്. ഈശോ യോഹന്നാൻ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കാനായിലെ വിവാഹ വിരുന്നിൽ അവിടെ തൻ്റെ അമ്മ മറിയത്തെ വിളിക്കുന്നതും ഇതേ വാക്ക് തന്നെയാണ്, സ്ത്രീയെ, എനിക്കും നിനക്കും എന്തേ എന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് യേശു മിശിഹാ തൻ്റെ അമ്മയോട് അങ്ങനെ തന്നെ സാദൃശ്യപ്പെടുത്തുകയാണ് തൻ്റെ കാൽക്കൽ വന്ന് അഭയം തേടിയിരിക്കുന്ന ഈ സ്ത്രീയെയും. അവരെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുകയാണ്. അപ്പോൾ ഈശോ കാണുന്നത് എന്നതാണ്, അമ്മയെ ഈ സ്ത്രീയിൽ കാണുന്നു. തൻ്റെ അമ്മ മറിയത്തെ ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയിൽ കാണുന്നു. ഇന്ന് പ്രിയപ്പെട്ടവരെ, അമ്മയെ ഓർത്ത് ഈ ഒക്ടോബർ മാസത്തിൽ നമ്മൾ ഒട്ടനവധി ജപമാല പ്രാർത്ഥനകൾ ചൊല്ലി കാഴ്ചവെച്ച് അതിൻ്റെ അവസാന ദിവസത്തിലെത്തുമ്പോൾ ഇതുപോലെ അമ്മയുടെ മാധ്യസ്ഥം കൊണ്ട് സകലമാന പാപികളും അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും വരുവാൻ ഇടയാകും. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രമാത്രം തീഷ്ണതയോടെയാണോ ഇന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളത്, അതിനൊക്കെ ഫലം തന്ന് പരിശുദ്ധ അമ്മ നമ്മളെ അനുഗ്രഹിക്കും. വീണ്ടും നമ്മൾ കാണുന്ന മറ്റ് സുവിശേഷത്തിലെ മറ്റൊരു രംഗം ഇതാണ് പ്രിയപ്പെട്ടവരെ. മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്, ഒരു വിധവയുടെ ഏക മകൻ മരിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ആ വിധവ പിന്നാലെ പോകുന്നു. ഇത് കണ്ട് ഈശോ എതിരെ വരുന്നു. ആ അമ്മയുടെ കരച്ചിൽ കണ്ടിട്ട് മനസ്സലിഞ്ഞ് ശവമഞ്ചത്തിൽ തൊട്ടിട്ട് കർത്താവ് പറഞ്ഞു, യുവാവെ എഴുന്നേൽക്കുക എന്ന്. യുവാവ് എഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, കർത്താവ് യേശു മിശിഹാ യുവാവായി കഴിഞ്ഞപ്പോഴത്തേനും ഈശോയുടെ വളർത്തച്ഛൻ യോസേപ്പ് പിതാവ് മരണമടഞ്ഞിരുന്നു. മറിയം വിധവയായിത്തീർന്നു. അപ്പോൾ ഈ വിധവയായ അമ്മയുടെ കരച്ചിൽ കർത്താവിൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നത് എന്നതാണ്, വൈധവ്യം അനുഭവിക്കുന്ന തൻ്റെ അമ്മയുടെ സങ്കടവും ദുഃഖവും വേദനയും തന്നെയാണ്. അതുകൊണ്ട് ആ മരിച്ചുപോയ ഏകമകൻ്റെ സങ്കടത്തിൽ കരയുന്ന വിധവയായ ആ അമ്മയിൽ ഈശോ കണ്ട രൂപം തൻ്റെ അമ്മ മറിയത്തിൻ്റെ രൂപം തന്നെയാണ്. തൻ്റെ അമ്മ മറിയത്തെ തന്നെയാണ് കർത്താവ് യേശു മിശിഹാ അവിടെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ മറിയം ഇന്ന് വൈധവ്യം അനുഭവിക്കുന്ന എല്ലാവർക്കും ഒരു ആശ്രയമാണ്. ഈ മറിയം ഇന്ന് ഇങ്ങനെ വേദന അനുഭവിക്കുന്ന, മക്കൾ നഷ്ടപ്പെട്ടിട്ട് വേദന അനുഭവിക്കുന്ന എല്ലാവരുടെയും ഒരു പ്രതിനിധിയാണ്, ഒരു റെപ്രസെൻറ്റേഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് മറിയത്തിൻ്റെ മാധ്യസ്ഥം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മളോടും പ്രിയപ്പെട്ടവരെ കർത്താവ് യേശു മിശിഹാ ഇതുപോലെ തന്നെ പറയും, കരയണ്ട എന്ന്. നമുക്കറിയാം, അങ്ങനെ ആ മകനെ ഉയർപ്പിച്ചിട്ട് അമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു. ആ സമയത്തൊക്കെ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ മനസ്സിലേക്കും പിന്നെ മറിയത്തിൻ്റെ മനസ്സിലേക്കും വരുന്ന കുറേയേറെ ചിന്തകളുണ്ട്. പൂർവ്വകാല ജീവിതങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിലെ പഴയ നിയമത്തിലെ ചില സന്ദർഭങ്ങളും നമുക്കറിയാം. ഈശോ ഇങ്ങനെ കുരിശും ചുമന്നുകൊണ്ട് കാൽവരിയിലേക്ക് പോകുമ്പോൾ പിന്നാലെ അനുഗമിക്കുന്ന മറിയത്തെ, അങ്ങനെ പിന്നാലെ അനുഗമിക്കുമ്പോൾ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മനസ്സിലേക്ക് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ചിത്രവും സന്ദർഭവും ആ സംഭവവും കടന്നു വന്നിട്ടുണ്ട്. എന്താണത്?
ഈ അബ്രാഹം തൻ്റെ മകനെയും കൂട്ടിക്കൊണ്ട് മോറിയ മലയിൽ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ മകൻ ചോദിക്കുന്നുണ്ട്, ആ മലമുകളിലെത്തിയപ്പോൾ, ഇതാ നമുക്ക് വിറകുണ്ട്, തീയുണ്ട്, എല്ലാം ഉണ്ട്, ബലിമൃഗം കാണുന്നില്ലല്ലോ അപ്പ എന്ന്. അത് ദൈവം തരുമെന്ന് അബ്രാഹം മറുപടി പറഞ്ഞു ഇസഹാക്കിനോട്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, മറിയം ഈശോയുടെ പിന്നാലെ കാൽവരിയിലേക്ക് ചെല്ലുമ്പോഴും ഈ ഒരു ചിന്ത, ഈ ഒരു മനസ്സ് മറിയത്തിലും ഉണ്ടായിരുന്നു. കാൽവരിയിൽ ഒരുപക്ഷെ കർത്താവ് യേശുമിശിഹാ തൻ്റെ മകന് മരിക്കേണ്ടി വരില്ല. അവസാന നിമിഷത്തിൽ ഇസഹാക്കിനെ രക്ഷിച്ചതുപോലെ, ഒരു കുഞ്ഞാടിനെ കൊടുത്ത് ഇസഹാക്കിനെ രക്ഷിച്ചതുപോലെ പിതാവായ ദൈവം അവസാന നിമിഷത്തിൽ തൻ്റെ മകനെയും ഈ കുരിശുമരണത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് ഈ അമ്മയും ചിന്തിച്ചു. തീർച്ചയായിട്ടും അങ്ങനെ അമ്മയും ആഗ്രഹിച്ചു ഈ കുരിശുമരണം സംഭവിക്കാതിരിക്കാൻ. പക്ഷേ പ്രിയപ്പെട്ടവരെ, സംഭവിച്ചില്ലത്. എന്ത്? അന്ന് മോറിയ മലയിൽ ഒരു ആട്ടിൻകുഞ്ഞിനെ കൊടുത്ത് ദൈവം ഇസഹാക്കിനെ രക്ഷിച്ചതുപോലെ തൻ്റെ ഏകപുത്രൻ്റെ കാര്യം വന്നപ്പോൾ ദൈവം അത് ചെയ്തില്ല, മരണത്തിന് വിട്ടുകൊടുത്തു. അമ്മ തൻ്റെ ഏകമകൻ്റെ മരണം കണ്ടു നിന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ സ്നേഹം, ഇതാണ് പ്രിയപ്പെട്ടവരെ സുവിശേഷം, ഇതാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് നമ്മൾ ഓരോരുത്തർക്കും ലഭിക്കുന്ന വലിയ പുണ്യം. പ്രിയമുള്ളവരെ, അങ്ങനെ അതുകൊണ്ടാണ് പരിശുദ്ധ കന്യാമറിയം ഈ കുരിശിൽ യാത്രയിലുടനീളം ഈശോയെ അനുഗമിക്കുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് മരിക്കുന്നതിന് മുന്നേ തൻ്റെ മകനെ കിട്ടുമെന്ന്. അതിനുശേഷം ഈശോയുടെ മൃതദേഹം അമ്മയുടെ മടിയിൽ കിടത്തുന്നുണ്ട്. അവിടെ വെച്ചെങ്കിലും ജീവൻ പ്രാപിക്കുമെന്ന് അമ്മ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. കാരണം അന്ന് ഏതാനും മാസങ്ങൾക്ക് മുന്നേ ഇതാ ഒരു വിധവയുടെ മകനെ മരിച്ച ശവമഞ്ചത്തിൽ നിന്നും ഉയർപ്പിച്ചതുപോലെ തൻ്റെ മകനെ പിതാവായ ദൈവം ഉയർപ്പിക്കും, തൻ്റെ മടിയിൽ കിടക്കുമ്പോൾ ഉയർപ്പിച്ച് തരും, ജീവൻ വെപ്പിച്ച് തരും എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷേ അതും സംഭവിച്ചില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് പരിശുദ്ധ കന്യാമറിയത്തെ നമ്മൾ ധ്യാനിക്കുകയും അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഏത് കഷ്ടതകളിലും, ഏത് നഷ്ടങ്ങളിലും, ഏത് സങ്കടങ്ങളിലും, ഏത് ദുഃഖങ്ങളിലും നമുക്കൊക്കെ കരുത്ത് കിട്ടുന്നത്, തളരാതെ ഏത് പ്രതിസന്ധിയിലും തളർന്നു വീണു പോകാതെ നിൽക്കുന്ന ഒരമ്മയെ ജീവിതത്തിലുടനീളം, വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട്, നമ്മളെ സ്വന്തമാക്കി തീർക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു സന്ദർഭം നമ്മൾ മനസ്സിലാക്കുന്ന ഇതാണ്, ഈശോ തൻ്റെ അമ്മയെ എങ്ങനെയാണ് മറ്റുള്ളവരിൽ കണ്ടുമുട്ടുന്നതെന്ന്. ഒരു വിധവ ഒരൊറ്റ നാണയം, ദരിദ്രയായ ഒരു വിധവ ജെറുസലേം തിരുനാളിന് വന്നിട്ട് ആരും കാണാതെ ഒരു നാണയം, ഒരു ചെമ്പ് തൊട്ട് ദേവാലയത്തിൽ നേർച്ചയിടുന്ന ഹൃദ്യമായ സന്ദർഭം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പരിശുദ്ധ കന്യാമാതാവ് ഇങ്ങനെ വിധവയായി തീർന്നു. അതുകൊണ്ട് വൈധവ്യം അനുഭവിക്കുന്ന അഥവാ ഏകാന്തത, ഒറ്റപ്പെടുന്ന ആളുകളിലേക്ക് കർത്താവിൻ്റെ ശ്രദ്ധ കൂടുതൽ പതിയും. എവിടെയൊക്കെ ആരുമില്ലാതെയും വേദനിച്ചും ഒറ്റപ്പെട്ടും ജീവിക്കുന്ന ആളുകളുണ്ടോ, അവരിലേക്ക് ഈശോയുടെ ശ്രദ്ധ കൂടുതൽ പതിയും. കാരണം മറിയം വിധവയായി തീർന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ആ ദേവാലയത്തിൽ വലിയ പണക്കാരൊക്കെ നേർച്ചയിടുന്നത് കാണുമ്പോൾ അതൊന്നും ഈശോ കാണുന്നില്ല. ഒരു വിധവ തൻ്റെ ദാരിദ്ര്യത്തിൻ്റെ എല്ലാമായിട്ട് ഒരു ചെമ്പ് തട്ട് വസ്ത്രത്തിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന് ആരും കാണാതെ ഇങ്ങനെ ഇടുന്നത് പോലും ഈശോ ഇങ്ങനെ കൃത്യമായി നോക്കിക്കണ്ടു. കാരണം ഇതാണ് പ്രിയപ്പെട്ടവരെ, ഒറ്റപ്പെട്ടും വേദനിച്ചും ആരുമില്ലാതെയും ജീവിക്കുന്ന ഒരവസ്ഥ തൻ്റെ അമ്മയുടെ ജീവിതത്തിലുണ്ടായപ്പോൾ അത് കർത്താവ് കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. എന്തുമാത്രം വേദനയുണ്ട്, എന്തുമാത്രം സങ്കടമുണ്ട്, എന്തുമാത്രം ഏകാന്തതയാണ് അവരൊക്കെ അനുഭവിക്കുന്നതെന്ന്. ഈ സന്ദർഭം പ്രിയപ്പെട്ടവരെ ഒരു വലിയ ആത്മീയമായ മർമ്മം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്.
ആ വിധവ തൻ്റെ എല്ലാ സമ്പത്തും കൂടെ കൊണ്ടുവന്ന് ദേവാലയത്തിൽ നേർച്ചപ്പെട്ടി ഇട്ട പോലെ വർഷങ്ങൾക്ക് മുന്നേ മറിയം എന്ന വ്യക്തി തൻ്റെ ഏറ്റവും മൂല്യമുള്ള, ജീവിതത്തിൽ ഏറ്റവും മൂല്യമുള്ള ഒരു വലിയ സമ്പത്തിനെ ദേവാലയത്തിൽ കൊണ്ടുപോയി കാഴ്ച സമർപ്പിച്ചിരുന്നു. തൻ്റെ ഏക മകൻ യേശു എന്ന തൻ്റെ മകനെ. അതിലും വലിയ സമ്പത്തും അതിലും വലിയൊരു കാര്യവും മൂല്യമുള്ള ഒരു വസ്തുവും ഈ മറിയത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഏക മകനെ ഇതാ ദേവാലയത്തിൽ കാഴ്ചവെച്ച ആ സന്ദർഭം വിധവയായ സ്ത്രീ ഒരു ചെമ്പ് തൊട്ട് ആ കുടുക്കയിലേക്ക്, ആ നേർച്ചപ്പെട്ടിയിലേക്ക് ഇട്ടപ്പോൾ ഈശോ മനസ്സിലോർത്തു. അന്ന് തൻ്റെ അമ്മ ദേവാലയത്തിൽ തന്നെ കാഴ്ചവെച്ചു. അങ്ങനെ ദേവാലയത്തിൽ വളർന്ന വ്യക്തിയായി തീർന്നു. ഇന്നിതാ ആ അമ്മയെ പോലെ തന്നെ തനിക്കുള്ള സമ്പാദ്യം മുഴുവനും ദേവാലയത്തിൽ കൊണ്ടുവന്ന് കാഴ്ചവെക്കുന്ന ഒരു വിധവയായ സ്ത്രീയെ ഈശോ കണ്ടുമുട്ടുന്നു. അവിടെയും പരിശുദ്ധ അമ്മയുടെ തനി സ്വരൂപമാണ് ആ വിധവയിലും കർത്താവ് യേശു മിശിഹ കാണുന്നതും മനസ്സിലാക്കുന്നതും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈശോ ഇങ്ങനെ വാഴ്ത്തിപ്പാടിയില്ലേ, മറ്റുള്ളവരെക്കാൾ കൂടുതൽ, ഏറ്റവും കൂടുതലായിട്ട് ഇതാ ഈ സ്ത്രീ ദൈവത്തിന് കാഴ്ചവെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യാമാതാവിനേക്കാൾ കൂടുതലായി ഈ ലോകത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പിതാവായി ദൈവത്തിന് കാഴ്ചയായി സമർപ്പിച്ചിട്ടുണ്ടോ? അമ്മ സമർപ്പിച്ചു തൻ്റെ ജീവനെ. അങ്ങനെ തന്നെ അമ്മ സമർപ്പിച്ചു തൻ്റെ ജീവിതത്തെ അതുപോലെ തന്നെ ആയിരിക്കുന്ന പോലെ തന്നെ അമ്മ സമർപ്പിച്ചു തൻ്റെ ഇഷ്ടങ്ങളെ, തൻ്റെ അനിഷ്ടങ്ങളെ, തൻ്റെ സ്വപ്നങ്ങളെ എല്ലാം തന്നെ സമർപ്പിച്ച് പറഞ്ഞില്ലേ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന്. അതുപോലെ തന്നെ ഈ അമ്മ സമർപ്പിച്ചു തൻ്റെ ജീവനായ, ജീവിതത്തിൻ്റെ ഭാഗമായ ഏക മകനെയും പിതാവായ ദൈവത്തിന് കാഴ്ചയായി സമർപ്പണം ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം കർത്താവ് യേശു മിശിഹ ആ വിധവയുടെ കാണിക്കയുടെ സമയത്ത് തൻ്റെ മനസ്സിലോർത്തു. ആ വിധവയിൽ തൻ്റെ അമ്മയെ കാണുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ മാതാവിനെ പ്രത്യേകമായി പ്രാർത്ഥിച്ച് അമ്മയെ ധ്യാനിക്കുമ്പോൾ നമ്മളും മനസ്സിലേക്ക് കൊണ്ടുവരണം. ഇന്ന് ഏകാന്തത അനുഭവിക്കുന്നവർ, ആരുമില്ലാത്തവർ, എല്ലാവരാലും തഴയപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ഇവരിലൊക്കെ അമ്മയുടെ തനി സ്വരൂപം കാണാനും മാതാവിൻ്റെ തനി സാന്നിധ്യം അവരിലൊക്കെ കാണാനും ഒരു ഈശോ ഉണ്ട് എന്നുള്ള സത്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, മനസ്സിലാക്കണം. വീണ്ടും എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ, വിശുദ്ധ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ ഉണ്ണിയേശുവിനെ ഇങ്ങനെ ദേവാലയത്തിൽ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ യോഹന്നാനും മറ്റൊരു പ്രവാചകയും കൂടി എന്തുമാത്രമാണ് മാതാവിനെയും ഉണ്ണിയേശുവിനെയും ഇങ്ങനെ പുകഴ്ത്തുന്നത്. തുടർന്ന് മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 35-ാം വചനത്തിൽ കാണുന്നുണ്ട്, ഈശോ ഇങ്ങനെ വചനം പ്രഘോഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മറിയം വന്ന് കർത്താവിൻ്റെ അടുത്തോട്ട് വന്ന് കാണാനായിട്ട് വന്നപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു, ഇതേ നിൻ്റെ അമ്മ സഹോദരന്മാർ വന്നിരിക്കുന്നു എന്ന്. ഈശോ പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് സഹോദരൻ? ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും എന്ന്. പ്രിയപ്പെട്ടവരെ, പലരും ഈ വചനത്തെക്കുറിച്ച് പറയും, കർത്താവ് യേശു മിശിഹ മനഃപൂർവ്വം മറിയത്തെ ഇകഴ്ത്തുകയാണ് ചെയ്തത്, തരം താഴ്ത്തുകയാണ് ചെയ്തത്. ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ, ചുറ്റും കൂടി നിൽക്കുന്ന നൂറുകണക്കിന് ആളുകളുടെ മുന്നിൽ അമ്മയെ ഒരു തരത്തിൽ പരിഹസിക്കുകയാണ്, മറ്റുള്ളവരുടെ മുന്നിൽ ആളാകാൻ നോക്കിയാണ് ചെയ്തത് ഈശോ എന്നൊക്കെ. ആരാണ് എൻ്റെ സഹോദരൻ, ആരാണ് എൻ്റെ അമ്മ എന്നൊക്കെ ചോദിച്ച് ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മ എന്നൊക്കെ പറയുമ്പോൾ, വാസ്തവത്തിൽ ഇകഴ്ത്തുകയല്ല, അമ്മയെ പുകഴ്ത്തുകയാണ് കർത്താവ് യേശു മിശിഹ ചെയ്തത്, മകൻ ചെയ്തത്. അതെങ്ങനെയാണ്? ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ വാക്ക് ഇത്രത്തോളം അനുസരിക്കുകയും ഇത്രത്തോളം അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത മറ്റൊരു വ്യക്തിയില്ല. ഈ ലോകത്തിൽ
പിതാവായ ദൈവത്തിൻ്റെ വാക്ക് അതേപടി അനുസരിക്കുകയും അതേപടി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുകയും ചെയ്ത വേറെ ഒരു മനുഷ്യനില്ല, പരിശുദ്ധ കന്യാമാതാവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് യേശു മിശിഹ അങ്ങനെ ഒരു വചനം പറഞ്ഞപ്പോൾ അത് മാതാവിനെ, തൻ്റെ അമ്മയെ എന്തുമാത്രം ഉയർത്താമോ, എത്രമാത്രം പുകഴ്ത്താമോ അങ്ങനെ പുകഴ്ത്തുകയും ഉയർത്തുകയുമാണ് പരിശുദ്ധ കന്യാമാതാവിനെ ചെയ്തത് കർത്താവ് യേശു മിശിഹ. അതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രിയമുള്ളവരെ, ഒരു സ്ത്രീ ഈശോയുടെ വചനങ്ങളൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പറഞ്ഞില്ലേ, ഈ കുഞ്ഞിന്, യേശു എന്ന വ്യക്തിക്ക് ജന്മം കൊടുത്ത ആ സ്ത്രീയുടെ ഉദരവും യേശു എന്ന ഈ മകനെ പാല് കൊടുത്ത പയോദരങ്ങളും എത്രയോ അനുഗ്രഹീതമെന്ന് പറഞ്ഞില്ലേ. എല്ലാ അമ്മമാർക്കുമുള്ള ഒരു വാഴ്ത്താണിത്. ഇതുപോലെ മക്കൾക്ക് ജന്മം കൊടുക്കാൻ, ഇതുപോലെയുള്ള മക്കളെ രൂപപ്പെടുത്താൻ, ഇതുപോലെ മക്കൾക്ക് ഭാവി നൽകാൻ, ഇതുപോലെയുള്ള മക്കളെ വളർത്തിക്കൊണ്ടുവന്ന് ഫോം ചെയ്ത് ലോകത്തിന് മുഴുവനുമായി സമർപ്പിക്കപ്പെടുന്ന എല്ലാ അമ്മമാരും വാഴ്ത്തപ്പെട്ടവരാണ്. എല്ലാ അമ്മമാരും പരിശുദ്ധ മാതാവിൻ്റെ പ്രതിനിധികളാണ്. എല്ലാ അമ്മമാരും അതുകൊണ്ട് തന്നെ ഈ ഒക്ടോബർ മാസത്തിൻ്റെ അവസാനത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് അനുസ്മരിക്കപ്പെടേണ്ടവരാണ്, അമ്മയോട് ചേർന്ന് വാഴ്ത്തപ്പെടേണ്ടവരാണ്, അമ്മയോടൊപ്പം അനുഗ്രഹിക്കപ്പെടേണ്ടവരാണ്. പരിശുദ്ധ അമ്മ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ മാധ്യസ്ഥം കൊണ്ട് നമ്മളെല്ലാവരും സുരക്ഷിതരായി തീരട്ടെ, നമ്മുടെ മക്കൾ അനുഗ്രഹീതരായി തീരട്ടെ. ഈശോ എല്ലാവരെയും അമ്മ വഴിയായി അനുഗ്രഹിക്കട്ടെ.